നല്ല മൂവിയായിരുന്നു. എനിക്കൊരു സസ്പെൻസ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലായിരുന്നു. എന്തായാലും നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. കൊള്ളായിരുന്നു. പടം കൊള്ളാം. പേരും സിനിമയായിട്ടുള്ള ബന്ധമുണ്ട്. എന്താണ് ഇതിൻ്റെ മെയിൻ ഒരു സംഭവം വരുന്നത്? എന്താണ് ചാക്കാല എന്താണോ അത് തന്നെയാണ്. ആദ്യം അവസാനം വരും അത് തന്നെയാണ്. കൊള്ളാം. മരണവീടും പരിസരവും അതാണോ? തന്നെയാണ്. കണ്ട പ്രേക്ഷകർക്ക് ആ ഒരു ഫീലാണ് കിട്ടുന്നത്. അതായത് വന്ന് മരിച്ച് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ. നമ്മളെ മരണ വീട്ടിൽ നടക്കുന്ന സംഭവം കോമഡി ഉണ്ട്. ഒരു അത് കാണുക, ഒരു സർപ്രൈസ് ഉണ്ട്. നല്ല പടമായിരുന്നു. ചക്കാല ഒരു മരണ വീട്. വില്ലനായിട്ട് അഭിനയിച്ച് ജോസൊക്കെ നല്ല അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല ഫിലിമാണ് കേട്ടോ. ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ആൻഡ് വളരെ നല്ലൊരു നമുക്ക് കാണാം. ആൻഡ് എല്ലാ എലമെൻസും ഉണ്ട് അതിനകത്ത്. നല്ലൊരു മൂവിയാണ്. സിനിമ വളരെ 2 മണിക്കൂറായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സോങ്സൊക്കെ ബെസ്റ്റായിരുന്നു. നല്ല ഹിറ്റ്സ് ആയിട്ടുള്ള സോങ്സാണ്. എല്ലാവരും ഒന്ന് കാണണം. ഒരു വ്യത്യസ്തമായ ഒരു പടം കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ചെറിയ സംഭവം വലുതായിട്ട് ഒരു യാത്രയും എല്ലാം കൂടെ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ട്. ഈ ചാക്കാല സിനിമ കണ്ടു. ശ്രീ ജയൻ ക്രിസ്റ്റഫറിൻ്റെ 2ാമത്തെ സിനിമയാണ് ചാക്കാല. ഇതിനു മുമ്പ് ഇഡൻ തിയേറ്ററിൻ്റെ മാനത്ത് കണ്ടി എന്ന പരിസ്ഥിതി സിനിമയായിരുന്നു. അത് വിവിധ രാജ്യങ്ങളിലോട്ട് 8 രാജ്യങ്ങളിലോട്ട് മത്സരത്തിനൊക്കെ പോയ ഒരു സിനിമയായിരുന്നു മാനത്ത് കണ്ടി. അതിനുശേഷം എടുത്ത ഹ്യൂമർ ത്രില്ലറാണ് ഈ ചാക്കാല. അതുപോലെ ചാക്കാല എന്ന സിനിമയിൽ ചാക്കാല എന്ന ഗാനം രചിച്ചിരിക്കുന്നത് ഞാനാണ്. അപ്പം ഞാൻ കേരള രാജ്ഭവനിലെ ഉദ്യോഗസ്ഥയാണ്. അതുപോലെ സിനിമയുടെ ആ ഒരു സിറ്റുവേഷൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. കഥ ഇപ്പോഴാണ് പൂർണ്ണമായിട്ടും അറിഞ്ഞത്. ഇടുക്കിയിലും ആലപ്പുഴയിലും ഒക്കെ ചിത്രീകരിച്ച ഈ സിനിമ നല്ല ഒരു ദൃശ്യഭംഗിയോണ്ടൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ അതിൻ്റെ നിഗൂഢതകളിലോട്ട് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഇടുക്കിയിലെ ഭൂസമരങ്ങൾ, അതുപോലെ ഈ ഓരോ ജീവിത സാഹചര്യങ്ങളൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിഷമടിച്ചൊക്കെ മരിക്കുന്ന ആൾക്കാർ, ഈ കീടനാശിനിയൊക്കെ ഉപയോഗിക്കുന്നത്, അതൊക്കെ നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഏതായാലും സിനിമ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഹ്യൂമർ ത്രില്ലറാണ്. വളരെ നന്നായിരിക്കുന്നു. പടം നല്ല പടമാണ്. വളരെ ഒരു സസ്പെൻസ് നിലനിർത്തുന്നതിൽ അതിൻ്റെ സംഘാടകർ വിജയിച്ചിട്ടുണ്ട്. വളരെ ഉദ്വേഗജനകമായ ഒരു പുരോഗമനമാണ് കഥയ്ക്ക് തുടക്കം മുതൽ ഉണ്ടാകുന്നത്. ഏറ്റവും അവസാനമാണ് അതിൻ്റെ രസം നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊരു കോമഡി മൂവിയാണോ, ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി, അതൊരു സീരിയസ് സബ്ജക്റ്റാണ്? എന്താണ് സിനിമയുടെ ഒരു അത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ത്രെഡ് അതിനുണ്ടെങ്കിലും അത് വളരെ കോമഡിയുടെ രൂപത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ സീനിലും നമുക്ക് വളരെ ആസ്വാദ്യകരമായിട്ട് തോന്നും. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമ തന്നെയാണ്. ഒരുവിധം എല്ലാ വിഭാഗം ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. നമസ്കാരം, ഞാൻ സിനി ജിനീഷാണ്. ചാക്കാല എന്ന സിനിമയിൽ ഇന്ന് തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് നിൽക്കുകയാണ്. ആ സിനിമയിൽ ഞാൻ കുഞ്ഞുമോൾ എന്നുള്ളൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. എത്രമാത്രം അതെനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പ്രേക്ഷകരായ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമ വിജയിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുകയാണ്, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് ചാക്കാല എന്നുള്ള സിനിമ കാണുക. വരുന്ന പ്രേക്ഷകർ എന്ത് പ്രതീക്ഷയാണ് പറയേണ്ടത് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി? നമുക്ക് അറിയാം, ചാക്കാല എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരും എന്താ ചെയ്യുന്നത്, അതിൻ്റെ ചാക്കാല എന്താണ് എന്നറിയാനുള്ള ഒരു പ്രത്യേക ഒരു ആകാംക്ഷയോടുകൂടിയാണ് എല്ലാവരും എത്തുന്നത്. അപ്പം നമുക്ക് ചാക്കാല എന്ന് അറിയുമ്പോൾ പണ്ടുള്ള പറയാറുണ്ടല്ലോ, മരണത്തിന് പകരം ചാക്കാല അറിയിക്കാൻ പോകുന്നതാണ് പറയാറുള്ളത്. അപ്പോൾ ആ മരണം അത് എത്രമാത്രം ഇതിലെങ്ങനെയാണ് ആ മരണം, എത്ര പേരുടെ മരണമാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു ആകാംക്ഷ എല്ലാവർക്കും പ്രേക്ഷകർക്കും ഉണ്ട്. പക്ഷേ തീർച്ചയായും ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ് അതിലെ സോങ്. ജാസി ഗിഫ്റ്റ്, നമ്മുടെ പന്തളം സാറൊക്കെയാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് കാണണം. കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തികച്ചും ഒരു വ്യത്യസ്ത ഒരു അനുഭവം തന്നെയാണ്. ഇനി എല്ലാം തീരുമാനിക്കുന്നത് പ്രേക്ഷകരായ നിങ്ങളാണ്. പ്രേക്ഷകരുടെ കൂടെ സിനിമ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ആയിരിക്കുമല്ലോ കാണുന്നത്. എന്തേ സിനിമ എപ്പോഴാണോ ആദ്യം കാണുന്നത്? ഈ സിനിമ ഞാൻ ഇന്നിപ്പോൾ റിലീസല്ലേ കാണുന്നത്. പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറഞ്ഞു എൻ്റെ ക്ലൈമാക്സും എല്ലാം നല്ലതായിരുന്നു. കുഞ്ഞുമോൾ നല്ല കഥാപാത്രം നല്ലതുപോലെ ചെയ്തു എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. എങ്കിലും നിങ്ങളെല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണുക. നിങ്ങൾ ഈ സിനിമയെ വിജയിപ്പിക്കുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ.
ചലഞ്ചിങ് ആയിരുന്നു ഈ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട്. അതെ, ചലഞ്ചിങ് ആയിരുന്നു. അതായത് കുഞ്ഞുമോൾ എന്നുള്ളൊരു ക്യാരക്ടർ ഞാൻ അവിടെ ചെല്ലുമ്പോൾ മേക്കപ്പ് എൻ്റെ മുഖമൊക്കെ കറുപ്പിച്ച് ചുണ്ടുമൊക്കെ കറുപ്പിച്ച് മേക്ക് ഓവർ ആയിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പുറത്ത് വരുമ്പോൾ മറ്റൊരുക്കാർക്ക് എന്നെ അധികം മനസ്സിലാവില്ലായിരുന്നു. ആ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വരാൻ വേണ്ടി റെഡിയായി വരുമ്പോൾ കുഞ്ഞുമോളാണോ ഇതെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നി. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ ആ കഥാപാത്രമായിട്ട് ആ മേക്ക് ഓവർ ചെയ്ത് യോജിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്.